നമ്മൾ ഒരാളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ആളിലെ കർമ്മം നമ്മളിലേക്ക് വരുന്നു, നമ്മളുടെ കർമ്മം അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് ഇതൊക്കെ? അല്ല, എല്ലാ ഇന്ററാക്ഷനിലും എനർജി എക്സ്ചേഞ്ച് ഉണ്ട്. പല ആൾക്കാർക്കും 3 കാര്യത്തിലാണ് ഭീതി കൂടുതൽ വരുന്നത്. ഒന്ന് റിലേഷൻ, പിന്നെ ഒന്ന് പൊസിഷൻ, പിന്നെ ഒന്ന് പൊസഷൻ, പിന്നെ അതിനേലും വലുത് മരണം. എല്ലാ ക്രിയേഷനും എടുത്തോളം അത് യുണീക്കാണ്. ഒരു മരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇലയ്ക്കും യുണീക്നെസ് ഉണ്ട്. പക്ഷേ ജനറലൈസ് ചെയ്യാണ് നമ്മുടെ വിദ്യാഭ്യാസം, സൊസൈറ്റി എല്ലാവരും ഒരേപോലെ ഇരിക്കണം. അതിൻ്റെ എക്സ്ട്രീമാണ് ഹിറ്റ്ലർ പറഞ്ഞത്, ഐ മേക്ക് മെൻ ഇൻ മൈ ഓൺ ഇമേജ് ഓർ ഐ ഡിസ്ട്രോയ് ദം. ഈ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് എനിക്കിങ്ങനെ ഫീലിംഗ് ഉണ്ട്, അത് തെറ്റാണ്. ഒരു സിന്നും ഇല്ല അതിൽ. ഇത് ഒരു നേച്ചറിൻ്റെ ഒരു എക്സ്പ്രഷനാണത്. ആസ്ട്രൽ ട്രാവൽ എന്നുള്ളൊരു സംഭവമാണ്. അത് സത്യമാണ്. അതായത് നമ്മൾ ശരീരം വിട്ട് ആത്മാവ് പോണ പോലെ ശരീരം വിട്ടിട്ട് ഒരു തലത്തിൽ പോയി നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അത് പക്ഷേ ആ ഒരു സമയപരിധിക്കകത്തേ പറ്റുള്ളൂ. അങ്ങനെ അല്ലാണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല. സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ കംപ്ലീറ്റ് മരണാവസ്ഥയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഈ സുഷുപ്തി അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും നമുക്ക് വേറെ ഡയമെൻഷൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു മെത്തേഡ് വേണം. അതൊരു ദിവസം രാവിലെ ശരിയാവില്ല. ഇന്ന് നമ്മുടെ ഇപ്പോൾ 2 മോഹൻജിമാരാണ് ഇരിക്കുന്നത്. ഒരാൾ ദ സ്പിരിച്വൽ ലീഡർ, ഫിലാൻഡ്രോഫിസ്റ്റ് മോഹൻജി, നമസ്തേ. നമസ്കാരം. അതോടൊപ്പം തന്നെ ദ ഫേമസ് ഡയറക്ടർ എം മോഹൻ സർ. ഹലോ സർ. ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എറണാകുളം. കുറേ കാലമായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ആരോട് ചോദിക്കണം എന്നറിയില്ലായിരുന്നു. അപ്പം നമുക്ക് അതിൽ തുടങ്ങാൻ തോന്നുന്നു. ഫിയർ എന്നൊരു വേർഡ് 4 ആൽഫബറ്റ്സേ ഉള്ളൂ. പക്ഷേ അതൊരു മനുഷ്യനെ ഏതൊക്കെ ലെവലിൽ എത്തിക്കുന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിയർ എന്ന വേർഡ് എങ്ങനെയാണ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നത്? 2 ലെവലിൽ അതിനെ കാണാം. ഒന്ന് അജ്ഞത, അതായത് നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഭീതി ഉണ്ടാവും. രണ്ടാമത്തെ ആസ്പെക്റ്റ്, നമുക്ക് മുന്നേ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള ഒരു സിറ്റുവേഷനെ നമ്മുടേതാക്കിയിട്ട് അത് നമുക്കും വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിയർ. ഈ 2 ലെവലിലാണ് യൂഷ്വലി നമ്മുടെ അടുത്ത് ഈ ഭയം എന്നുള്ള ഒരു പ്രതിഭാസം വരുന്നത്. പക്ഷേ എപ്പോഴും ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ, ലവ് ആൻഡ് ഫിയർ അട്രാക്ട്സ്. അപ്പം നമ്മൾ ഒന്നിനെക്കുറിച്ച് വല്ലാണ്ട് പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്കത് അട്രാക്റ്റ് ചെയ്യും. അതിനേലും വലിയ ഡയമെൻഷൻസിലുണ്ട്. ഇപ്പോൾ ഹോളോകോസ്റ്റ് സമയത്ത് ഹിറ്റ്ലർ ഒരുപാട് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടു. അത് കഴിഞ്ഞ് ഈ അമേരിക്കൻ റഷ്യൻ ആർമിയൊക്കെ വന്ന് കുറേ പേരെ ലിബറേറ്റ് ചെയ്തു. ആ ലിബറേറ്റ് ചെയ്ത ആൾക്കാരെ മുഴുവൻ സൈക്കോളജി എടുത്തപ്പോൾ ഇവർക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു ആരെങ്കിലും വരുന്നു ലിബറേറ്റ് ചെയ്യാൻ. അതായത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഫിയറിൻ്റെ മേലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ആരെങ്കിലും വരും രക്ഷിക്കാമെന്ന്, അല്ലെങ്കിൽ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമില്ല. അപ്പോൾ അതിൽ ഒരു വിശ്വാസം ഉണ്ടാവണം, ഇതും ഒരു ഫേസാണ്, അതിന് അർത്ഥമില്ല, അല്ലെങ്കിൽ അവയർനെസ്സാണ്, അവബോധം ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ കാര്യങ്ങളും നള്ളിഫൈഡ് ആയിട്ട് പോകും. ഒരു സാധനം ജീവിതത്തിൽ പ്രഡിക്റ്റബിൾ അല്ല. നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അസ്ട്രോളജിയൊക്കെ വിട്ടോളൂ, പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം അറിയില്ല. ഇന്നലെ നടന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നാളെ എന്ത് നടക്കുന്നു അറിയില്ല. അപ്പോൾ ഇന്നുള്ള ലൈഫിൽ ഒക്കെ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഇക്വാനിമസ്, അതായത് ഒരു സന്തുലിതാവസ്ഥയോടെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒട്ടുമുക്കാലും ഭയത്തിൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റും. അതായത് അത് നോക്കി നമുക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. അത് നാരായണത്ത് ഭ്രാന്തൻ്റെ കഥയിലുണ്ടല്ലോ, അദ്ദേഹം പിന്നെ എവിടെയാണോ ഭക്ഷണം കുക്ക് ചെയ്യണത് അവിടെ തന്നെ കിടന്ന് ഉറങ്ങും. അത് ചുടലയിലായിരുന്നു. അപ്പോൾ കഥയിൽ അങ്ങനെയാണ് പറയണത്. അപ്പോൾ കാളിയും പരിവാരങ്ങളും വന്ന് പേടിപ്പിക്കാനല്ല, അവർ വന്ന് നൃത്തം ചെയ്യാൻ. അപ്പോൾ ഇയാൾ കിടന്നുറങ്ങണം. മനുഷ്യരുടെ മുമ്പിൽ വെച്ച് നൃത്തം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ പരിപാടി പേടിപ്പിക്കലായിരുന്നു. അപ്പോൾ ഇയാൾ അതൊക്കെ കാണിക്കുന്നത് നോക്കി സന്തോഷത്തോടെ കിടന്നു. അപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, ഇല്ല നിങ്ങൾ ചെയ്തോളൂ. അപ്പോൾ അല്ല, ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പോവില്ല, കാരണം ഞാൻ എവിടെയാണോ ഭക്ഷണം കഴിച്ചത് അയാൾ ചുടലയിൽ നിന്നുള്ള ഇതെടുത്തിട്ടാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചത്. അപ്പോൾ അവിടെ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. അതായത് ഭീതി എന്നുള്ളത് നമ്മളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മളൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷെ ഒരു കണ്ടീഷൻഡ് ആയിട്ട് ഒരാൾ 10-20 വർഷം അല്ലെങ്കിൽ 30 വർഷം 40 വർഷം കണ്ടീഷനായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എങ്ങനെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും? ഇതൊരു സൈക്കോളജിസ്റ്റ് പറയേണ്ട ആൻസറാണ്. പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതായത് എത്ര കാലം എന്നുള്ളതല്ല,
അത് ഈ കുറേ കാലം ഒരു കാര്യം നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടാണ് നിൽക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയോ, ചെറിയ കാലത്തുള്ള പേടികൾ കുറച്ച് കഴിയുമ്പോൾ അത് ടൈം ട്രാഷ് ചെയ്യും, ടൈം തന്നെ എടുത്തു മാറ്റും. ഓരോ സമയത്ത് അതിൻ്റെ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള വ്യക്തി ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഭീതി ഉള്ള കാര്യങ്ങളാവില്ല 50 വയസ്സാവുമ്പോൾ. ഓരോ സ്റ്റേജിലും ഇതിൻ്റെ കോംപ്ലക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിപോഷിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം. അപ്പോൾ അത് തന്നെയാണ് ഉത്തരവും. അതായത് ഓരോ കാര്യങ്ങൾ ഓരോ ഭീതി ലെവൽ വരുമ്പോൾ അത് അവിടെ തന്നെ നിർത്തുക. ഇത് പറഞ്ഞു ഇത് ടൈം ബൗണ്ടാണ്, ഇത് ടൈം എടുത്തുകൊണ്ട് പോകും. അതേ സമയത്ത് ഞാൻ ഇതൊന്നും ഇല്ലാണ്ടും ജീവിക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ പല ആൾക്കാർക്കും 3 കാര്യത്തിലാണ് ഭീതി കൂടുതൽ വരുന്നത്. ഒന്ന് റിലേഷൻ, പിന്നെ ഒന്ന് പൊസിഷൻ, പിന്നെ ഒന്ന് പൊസഷൻ, പിന്നെ അതിനേലും വലുത് മരണം. ഈ മരണം ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല, അത് ഇന്നവിറ്റബിളാണ്. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. അതേ സമയത്ത് ഈ പറഞ്ഞ 3 കാര്യങ്ങളും ശാശ്വതമല്ല. നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ ഒരു സമയത്ത് നമ്മളെ വിട്ടുപോകും, നമ്മൾ തന്നെ വിട്ടുപോകും. പിന്നെ പൊസിഷൻ ഒരിക്കലും ശാശ്വതമല്ല, അത് വരും, വന്നു ചേരും, ചിലപ്പോൾ അതിൽ നിന്ന് പോവും നമ്മൾ. പിന്നെ അതേപോലെ നമ്മൾ ശേഖരിച്ചു വെച്ച കാര്യങ്ങൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ ലോകത്ത്, മരിക്കുമ്പോൾ അത് ഇട്ടിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ അവയർനെസ് വേണം. ഇതെല്ലാം നമ്മൾ ഈ ഒരു 30,000 ദിവസം ഈ ഭൂമിയിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ വിസ പീരീഡ്. ആ വിസ പീരീഡിൽ ഇവിടെയുള്ള സമയത്ത് ഒരു സാധനം നേടുന്നില്ല, ഒന്നും ത്യജിക്കുന്നില്ല, ആ ഒരു അവയർനെസ് വരുമ്പോൾ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതെല്ലാം വന്നു ചേരുന്നു, അതിൽ സന്തോഷമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഭീതിയെക്കാളും മേലെ സന്തോഷിക്കാൻ പറ്റും. കാരണം നമ്മുടെ അടുത്ത് എന്തെങ്കിലും പോകാനുണ്ടെങ്കിലല്ലേ നമ്മൾ ദുഃഖിക്കേണ്ടു. അപ്പോൾ ഈ കണക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അതായത് ഈ ഭീതികളൊക്കെ രാത്രിയുടെ ഭീതി എന്താ അറിയാത്തതുകൊണ്ടാണ്. വെളിച്ചമടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭൂതം ഒരു വാഴയായിട്ട് മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ ഈ പിന്നെ അൺനോൺ എന്നുള്ളത് ഡിസപ്പിയർ ചെയ്യും. ഇപ്പോൾ രാത്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരും ക്ലെയിം ചെയ്യാറുണ്ട് രാത്രി സ്വപ്നാടണമെന്നോ അല്ലെങ്കിൽ രാത്രി ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്, എന്നിട്ട് ഞാൻ വേറെ ലോകങ്ങളിൽ പോയി കണക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ഫേമസ് ആളുടെ പേര് പറഞ്ഞിട്ട് ആൾക്കൊരു കണക്ഷൻ കൊടുക്കും. അപ്പോൾ അത് അങ്ങനെ ശരിക്കും ടെലിപ്പതി പോലെ, ടെലിപ്പതി ആണോ എന്ന് എനിക്കറിയില്ല, ടെലിപ്പതിയുടെ വേർഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും റിയൽ ആണോ? നമുക്ക് 2 ഡെഫിനിറ്റ് ആസ്പെക്ട്സ് ഉണ്ട് ജീവിതത്തിൽ. ഒന്ന് ഫിസിക്കൽ, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം മുതലായിട്ടുള്ള കാര്യങ്ങൾ. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈഗോ എന്നുള്ളതിൻ്റെ മലയാളം ആണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അഹങ്കരിക്കുക എന്ന് വിചാരിക്കരുത്. ഈഗോ ആണ് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നത്. ഈ പേഴ്സണാലിറ്റിയുടെ സ്കെൽറ്റനാണ് ഈഗോ. അതായത് ഇപ്പോൾ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാ ചോദിക്കുക, അപ്പോൾ എനിക്ക് അത്ര വലിയ പിടിയില്ല ഞാൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പേഴ്സണാലിറ്റിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുന്നതാണ് ഈഗോ ഫാക്ടർ, ഒരു ഫാക്ടറാണ്. ആ ഈഗോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരാണ്, എന്താണ്, എൻ്റെത് എന്തുണ്ട്, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ അതായത് നമ്മുടെ പൊസഷൻസും റിലേഷൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥൂലത്തിൻ്റെ ഭാഗം. പിന്നെയുള്ളത് മെറ്റാഫിസിക്കലാണ്. ഒന്ന് നമ്മുടെ ശരീരത്തിൽ മൂവ് ചെയ്യുന്ന എനർജി, അതിന് ശക്തി എന്ന് പറയാം, മൂവിങ് എനർജി എന്ന് പറയാം, സ്പിരിറ്റ് എന്ന് പറയാം, എന്തുവേണമെങ്കിൽ പറയാം. അതേ സമയത്ത് ഈ സോഴ്സ് ആയിട്ടുള്ള സ്റ്റിൽ എനർജി, അതിന് നമുക്ക് ആത്മാവെന്ന് പറയാം, എനർജി എന്ന് പറയാം, അതും പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്. സ്ഥൂലം ഒന്ന്, ശരീരം, ബുദ്ധി, അഹങ്കാരം ഒക്കെ എല്ലാം കൂടിയത്. പിന്നെ സൂക്ഷ്മം ഈ 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഈ മൂവിങ് എനർജി, 2 സ്റ്റിൽ എനർജി. ഇത് കൂടി ചേരുമ്പോൾ അതിനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആകുമ്പോൾ മരണം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ കൂടുതൽ സൂക്ഷ്മത്തിൽ പോകുമ്പോൾ അത് വേറെ തലങ്ങളാണ്. അതിൻ്റെ പൊട്ടൻഷ്യലും പോസിബിലിറ്റിയും വ്യത്യാസമുണ്ട്. അത് തന്നെ നമ്മൾ 2 സ്റ്റേറ്റിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒന്ന് നമ്മൾ സ്വപ്നാവസ്ഥയിൽ, ഒന്ന് സുഷുപ്തി അവസ്ഥയിൽ. സ്വപ്നാവസ്ഥയിൽ നമ്മുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഉണ്ട്. പക്ഷേ എങ്കിലും ഈ ശരീരവും അല്ലെങ്കിൽ ഇതായിട്ട് ബൗണ്ടല്ല. കാരണം സ്വപ്നാവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കാം, പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിരിക്കാം. അതൊക്കെ അവൈലബിളുമാണ്, പിന്നെ എക്സ്പീരിയൻസബിളുമാണ്. 2 അത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും സ്വപ്നാവസ്ഥയിൽ. ജാഗ്രത അവസ്ഥയിൽ പറ്റില്ല. ഉണർന്നിരിക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ഈ അനുവദിക്കപ്പെട്ട ഈ ഈ പേഴ്സണാലിറ്റിയെ പറ്റുള്ളൂ. സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ കംപ്ലീറ്റ് മരണാവസ്ഥയ്ക്ക് തുല്യമാണ്. ഒരു 3 മണിക്കൂർ കൂട്ടിക്കോളാം ഒരു രാത്രി. നമുക്ക് ആണാണോ പെണ്ണാണോ പേരെന്താ അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും അറിയാൻ ആഗ്രഹമില്ല.
100% നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ടാണ്. ആ സമയത്താണ് ഫുള്ളും നമ്മുടെ ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണ പോലെ നമ്മുടെ സിസ്റ്റം മുഴുവൻ റീചാർജ് ചെയ്യണം അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്നത് ഈ സുഷുപ്തി അവസ്ഥയിലാണ്. അപ്പോൾ ഈ സുഷുപ്തി അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും നമുക്ക് വേറെ ഡയമെൻഷൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു മെത്തേഡ് വേണം. അതൊരു ദിവസം രാവിലെ ശരിയാവില്ല. അതായത് നമുക്ക് ഈ സ്വപ്നങ്ങളുടെ മേലെ പോകാൻ പറ്റണം. അങ്ങനെ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ അത് ചില പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. ചിലർക്ക് തനതാൻ വന്നു തരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതും ശാശ്വതമല്ല. അതും നമുക്ക് പലപ്പോഴും ഈ ശാശ്വതം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമില്ല. എന്നുവെച്ചാൽ അത് റിയൽ അല്ല. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും, ഗുരുവായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ദൈവമായിട്ട്. ഇതൊന്നും നമ്മൾ അത് അങ്ങനെ ആയി എന്ന് വിചാരിക്കരുത്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ അത് വാല്യുബിളാണ്. അപ്പോൾ സുഷുപ്തി അവസ്ഥയിലും ജാഗ്രത അവസ്ഥയിലും എക്സ്പീരിയൻസ് ഉണ്ട്. 2 തലത്തിലാന്നേ ഉള്ളൂ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നത്. പിന്നെ ഈ നമ്മൾ ആസ്ട്രൽ ട്രാവൽ എന്നുള്ളൊരു സംഭവമാണ്. അത് സത്യമാണ്. അതായത് നമ്മൾ ശരീരം വിട്ട് ആത്മാവ് പോണ പോലെ ശരീരം വിട്ടിട്ട് ഒരു തലത്തിൽ പോയി നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അത് പക്ഷേ ആ ഒരു സമയപരിധിക്കകത്തേ പറ്റുള്ളൂ. അങ്ങനെ അല്ലാണ്ട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ഇതൊരു ഒരു സ്ട്രിങ് ഇവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും. കാരണം ജീവിതം എന്നൊരു സ്ട്രിങ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആവുന്നവരെ ഇവിടെ നിൽക്കണം, നമ്മൾ നിന്നേ പറ്റൂ. ആ കണക്ഷൻ വരാണ്ട് നമുക്ക് വിട്ടു പോകാൻ പറ്റില്ല. അതൊക്കെ പല പല തലങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനായിട്ട് തന്നെ ഇരിക്കാൻ കുറേ. മോഹൻജിയോട് ചോദിക്കാനുള്ളത്, നമുക്ക് ഭയം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ഇപ്പം എനിക്ക് പാമ്പിനെ പേടിയാണ്, പാമ്പിനെ ദൂരെ നിന്ന് കാണുന്ന പോലും പേടിയാണ്, പട്ടികളെയും പേടിയാണ്, അങ്ങനെ പല ഭയങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇപ്പം മോഹൻജി ആദ്യം പറഞ്ഞ പോലെ അജ്ഞത എന്നുള്ള ഭയമൊന്നും, ആ അജ്ഞത എന്നുള്ള ഭയം കുറേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഇരുട്ടിൽ ആദ്യം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇരുട്ടിന് പേടിയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീട് എന്ന് പറയുന്നത് ടൗണിലേക്ക് ഒരു 40 അടിയാണ് ടൗണിലെത്തും. അപ്പം ഞാൻ വെളുപ്പിനൊക്കെ എണീക്കും, കറങ്ങി നടക്കും. കുട്ടിക്കാലത്ത് അമ്പലത്തിലൊക്കെ പോകും. നമ്മൾ ലൈഫ് കുറേ ആദ്യം ഭക്തിയും പിന്നെ നിരീശ്വരവും പിന്നെ വീണ്ടും ഭക്തിയും. ഇപ്പം നല്ല ഭക്തനാണ്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു മരണം നടന്നപ്പോൾ നമ്മളെ പറമ്പിലൊക്കെയാണ് അടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അവിടെ തൊട്ടടുത്ത് ഞാൻ പോകുന്ന വഴിയിൽ തന്നെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ഈ 3ാമത്തെ ദിവസമല്ലേ ചെയ്ത മൂടുള്ളൂ. അവർ അമ്മ പറഞ്ഞു അവിടെ പോരുത്, അതുവഴിക്കാണ് നീ പോകുന്നതെന്ന് ചോദിച്ചു. അതോടുകൂടി ആ പോക്ക് നിർത്തിയേ. അതൊരു ഭയം. പാമ്പിനെ ഞാൻ പലപ്പോഴും പാമ്പിനുള്ള ഭയം തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ചവിട്ടിപ്പോയപ്പോൾ പിന്നീട് മനസ്സിലായി അത് വലിയൊരു വിഷപ്പാമ്പായിരുന്നു. ഇപ്പോഴും പാമ്പിൻ്റെ ഭയമാണ്. ഈ ഭയം ആത്മവിശ്വാസത്തെ തകർക്കും. അങ്ങനെ ഈ ഭയവും ആത്മവിശ്വാസവും തമ്മിലുള്ള റിലേഷൻ അത് എങ്ങനെയാണ് എന്ന് മോഹൻജിയുടെ ഒരു ഭാഷ്യത്തിൽ പറഞ്ഞാൽ. ഇതിൽ നമുക്ക് എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഒരു സംഭവമുണ്ട്. അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ പേരാണ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ഏറ്റവും വലിയ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. അതായത് നമ്മളിതെല്ലാം അതിജീവിക്കണം, എന്നുവെച്ചാൽ ജീവിതത്തിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദൈവദത്തമായിട്ട് അല്ലെങ്കിൽ നേച്ചർ തന്നിട്ടുള്ളതാണ് ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അവർ ഒന്നെങ്കിൽ അതിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് നമ്മൾ കാണുന്നത് 2 കാര്യമാണ്. ഒന്നെങ്കിൽ ഫൈറ്റ്, അതായത് എതിരാളി അത്ര ശക്തിയില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും, തോൽപ്പിക്കും. അതല്ലെങ്കിൽ ഫ്ലൈറ്റ്, ഓടും, അവർ നമ്മളെ രക്ഷിക്കാൻ. അപ്പോൾ ഇത് നമുക്കുണ്ട്. ഇതുകൊണ്ടാണ് ഈ പാമ്പ് മുതലായ കാര്യങ്ങൾ. കാരണം നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ അറിയാം ഈ പാമ്പ് കഴിച്ചാൽ അത്ര സുഖം ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ പ്രശ്നം എന്നറിയാം. അതേപോലെ പുലി അല്ലെങ്കിൽ നരി, കാട് ജീവികൾ, ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റിങ്ക്റ്റ് തന്നിട്ടുള്ളത്. ആ ഭീതി അതിന് വേണ്ടിയിട്ടാണ്. ഭീതിയാണ് അതിൻ്റെ വെപ്പൺ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. കാരണം അത് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമാണ്. മറ്റേ ഞാൻ പറഞ്ഞ അജ്ഞതയുടെ ഭീതി വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ പറയും, മറ്റേ സാധാരണ നമ്മുടെ സിസ്റ്റത്തിൽ പറയണത്, ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകണില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം ഈ ധനഞ്ജയ പ്രാണൻ എന്നൊരു പ്രാണനുണ്ട്. ആ പ്രാണനാണ് നമ്മുടെ ലീനിയേജായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അതൊരു സ്ട്രക്ചറൽ പ്രാണനാണ്. അതായത് നമ്മുടെ സ്ട്രക്ചറിൽ പാർട്ടാണ് അതിൽ. അത് ഫങ്ഷണൽ പ്രാണനുണ്ട്. ഈ പ്രാണ, അപാന, വ്യാന, ഉദാന എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മൂവിങ് എനർജീസാണ്. അത് നമ്മുടെ ഫങ്ഷനാണ് നടത്തുന്നത്. ഈ സ്ട്രക്ചറൽ പ്രാണൻ
മുഴുവൻ ബോഡി പോയി കഴിഞ്ഞാലേ വിട്ടു പോവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദയിപ്പിക്കുന്നത്. ദയിപ്പിച്ചു കഴിഞ്ഞാൽ ബോഡി ഇല്ലാണ്ടായല്ല. അപ്പോൾ എന്നാൽ പിന്നെ ആ ലിങ്ക് ക്ലോസ് ആയി പോകാൻ പറ്റും. ഇതിനുള്ളിലുള്ള ആത്മാവ് അല്ലെങ്കിൽ ആ എനർജിക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് അവിടെ പോകരുതെന്ന് ഇവർ അതുകൊണ്ടാണ് പറയണം. കാരണം ഇത് അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ സമയം നിൽക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് അവർ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ജനറലി ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടാണ്. അതൊരു കാര്യം. പിന്നെ ഈ ഇൻസ്റ്റിങ്ക്റ്റിനെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല മരിക്കുന്നവരെയും. അത് പല ലെവലിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതിൻ്റെ അസോസിയേറ്റഡ് ഫിയേഴ്സും ഉണ്ട്. അത് സെൽഫ് പ്രൊട്ടക്ഷൻ മാത്രമാണ് അതിൻ്റെ കാര്യം. അതാണ് മെയിൻ ഉദ്ദേശം. അല്ല, ഞാൻ പറഞ്ഞാൽ അതുവരെ ഇല്ലാത്തൊരു ഭയമാണത്. അതെ, നമ്മൾ ആദ്യം ഇങ്ങനെ ഈസി ആയിട്ട് പോയത്. അതെ, മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ആ ഭയം ഇന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില ഇപ്പം മോനി നേരത്തെ പറഞ്ഞ പോലെ ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ ദൂരെ ഒന്നും കാണുമ്പോഴത് അനങ്ങുന്നൊക്കെ കാണുമ്പോൾ ഈ ഭയം ഉണ്ടാവാറുണ്ട്. പിന്നെ ടോർച്ച് അടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാകുന്നത് ഇലയോ അല്ലെ വാഴ ഇലയോ എന്നുള്ളത്. അപ്പം അത് എനിക്ക് ചിലപ്പോഴും എൻ്റെ അതുപോലെ ഈ എന്ത് ഭയമാണെന്ന് അറിയില്ല, ഏതോ ഒരു ഭയം ആത്മവിശ്വാസം തകർക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയിക്കാറുണ്ട്. ഞാൻ റോബിൻജൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട്. അത് മിക്കവാറും ഫിയർ ഓഫ് ഫെയിലിയർ ആവാം. അതായത് ഞാൻ പരാജയപ്പെട്ടു പോകുന്നുള്ള അത്. പക്ഷേ അത് ഈ സൊസൈറ്റി ഇൻഫ്ലിക്റ്റഡാണ്. പരാജയം എന്നൊരു കാര്യമില്ല, പഠനമേ ഉള്ളൂ. പരാജയം എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻ്റെ ബേസിസിലാണ്. ഞാൻ ഈ കാര്യം ഇന്നമാതിരി ആവണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. അതെനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അത് പരാജയമായി കാണുകയാണ്. പക്ഷേ അതിലൊരു വലിയ പഠനം വരുന്നുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. ഈ വലിയ ലെജൻസിനെയൊക്കെ നോക്കിക്കോളാം. അവർ കുറേ പ്രാവശ്യം ഇങ്ങനെ പരാജയപ്പെട്ടപ്പോഴാണ് അവർ ലെജൻഡായി മാറിയത്. അതെന്താ കാരണം? പഠനം എന്നുള്ള കാര്യത്തിന് അവർ ശ്രദ്ധിച്ചു. അതാണ്. അത് അരിസ്റ്റോട്ടിൽ ഒനാസിസിൻ്റെ ഒരു കഥയുണ്ട്. അയാളുടെ അയാളുടെ ബ്രദറിനോട് പറഞ്ഞു, നീ ഇനി ഓപ്ഷന് പോകുമ്പോൾ ഇവനെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അയാൾക്ക് അതിനുള്ള കഴിവില്ല, അയാൾ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഓപ്ഷൻ ചെയ്യണം, വലിയ ചിലവാണ്. അല്ലല്ലേ, നീ കൊണ്ടുപോക്കോ, നമുക്ക് നോക്കാൻ പറഞ്ഞു. ഇയാൾ അവിടെ പോയി ഓപ്ഷൻ എടുത്തൊക്കെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത ഷിപ്പ്, അതായത് കളയാൻ വെച്ച ഷിപ്പുകളൊക്കെ ഇയാൾ വലിയ കാശ് കൊടുത്ത് മേടിച്ചു. അത് തിരിച്ചു വന്നിട്ട് ബ്രദർ പറഞ്ഞു, അരിസ്റ്റോട്ടിൽ ഒനാസിനോസ്, ഞാൻ ഒന്ന് പറഞ്ഞില്ല ഇയാളെ കൊണ്ടുപോകണ്ടെന്ന്. ഇയാൾ ഗാംബ്ലിങ്ങിൽ പോലെ അവിടെ പോയിട്ട് ചാടി വീണ് ഓപ്ഷൻ എടുത്ത് ഒരൊറ്റ ഷിപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അരിസ്റ്റോട്ടിൽ കുറച്ച് നേരം ആലോചിച്ചു പറഞ്ഞു, ഹീസ് ലേണിങ്, അവൻ പഠിക്കല്ലേ. അപ്പോൾ ഈ പൈസ പോയത് അയാൾക്ക് വിഷമമില്ല, കണ്ടവനം കാശ് പോയി. പക്ഷെ അതിന് പറഞ്ഞാൽ അവൻ പഠിക്കില്ലേന്ന്. അപ്പോൾ ഈ ഫെയിലിയറിൻ്റെ വേറൊരു വശമുണ്ട്, പഠനം എന്നുള്ളത്. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമോ, നമ്മൾ അടുത്ത ലെവലിലേക്ക് പോയിട്ടുണ്ടാവും. ഇന്നത്തെ ഒരു ജനറേഷൻ എടുത്താൽ, ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ ജനറേഷനാണ്. അപ്പോൾ ഇവിടെ ഓരോ ചാനലിലും ഈ മോട്ടിവേഷൻ, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അവരെ വിശ്വസിക്കാനും ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പ്രീ റിട്ടൺ ആണോ, അതോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും? നമ്മുടെ റോഡ് മാപ്പ് ഉണ്ട്. ജനിക്കുന്നൊരു സ്ഥലത്ത്, മരിക്കുന്നൊരു സ്ഥലത്ത്, അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾക്ക് റോഡ് മാപ്പ് ഉണ്ട്. അതെന്താ കാരണം വെച്ചാൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത വാസനകളും ആഗ്രഹങ്ങളിലൊക്കെ കൂടിച്ചേർന്നാണ്. അതിനകത്ത് ഈ പല പല കാര്യങ്ങൾ വരും, അഡീഷണൽ ലൈക്ക് ഭീതികളും, അത് ക്യാരക്ടറിനെ ബാധിക്കും. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമുക്കൊന്നും മാറ്റാതിരി ഒന്നും അൺചേഞ്ചബിൾ അല്ല. അതായത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് കുറവാണ്. മോഡിഫൈ ചെയ്യാനെങ്കിലും പറ്റും. പക്ഷേ ഈ മോട്ടിവേഷൻ്റെ പലപ്പോഴും ഈ പല ആൾക്കാർക്ക് സക്സസ് ഇല്ലാത്തത് എന്താണെന്നറിയാമോ? അത് ഞാൻ ഇപ്പോൾ ഇതിനിടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടത്, നമ്മളതിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പഠിക്കേണ്ട കാര്യങ്ങൾ, പക്ഷെ അതിൽ നമ്മൾ വിശ്വസിക്കും കൂടെ ചെയ്യണം. ഒരാൾ അതാണ് ഞാൻ പറഞ്ഞ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞല്ലോ. ഈ രക്ഷിക്കപ്പെട്ട ആൾക്കാരൊക്കെ അവർ രക്ഷിക്കപ്പെടുന്നു വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളെ വിശ്വസിക്കുന്നില്ല. നമ്മൾ വല്ലവരും പറയുന്നത് കേൾക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ബിലീവ് ചെയ്യണം, എന്നാലേ അത് നമ്മുടേതായിട്ടായിട്ട് വരുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു നമ്മൾ. അതിൽ നോളജായി മാറുന്നത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോഴാണ് അത് നോളജായിട്ട് മാറുന്നത്, അതായത് അറിവായിട്ട് വരുന്നത്. ഈ അറിവ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്ക് വിജ്ഞാനമായിട്ട് വരുന്നുള്ളൂ, വിസ്ഡം ആവുന്നുള്ളൂ. വിസ്ഡമായിട്ട് വരണമെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ അത് അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്താ ആദ്യം വേണ്ടത് അറിയാമോ? ഈ കാര്യം നടക്കുന്നുള്ളൊരു വിശ്വാസമാണ്. ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത് പലരും ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ എക്സ്പെക്റ്റേഷൻ വളരെ കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് പ്രഷറും കൂടും. പ്രഷർ കൂടുമ്പോൾ പെർഫോമൻസ് കുറയും.
എപ്പോഴും നോക്കിക്കോളൂ. നമുക്ക് ഏറ്റവും ഹൈ പ്രഷറാണ് വിചാരിക്കുക, പെർഫോമൻസ് താഴെ പോയിട്ടുണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ അത് മെക്കാനിക്കലായ മാറ്റം വരില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഒരു കംപ്ലീഷനിലേക്ക് എത്താണ്ട് നിൽക്കുന്നത്. അത് മെക്കാനിക്കലായി മാറുകയാണ്, കാരണം പ്രഷർ വളരെ കൂടുതലാണ്. അതേ സമയത്ത് നമ്മൾ ഈ ടാർഗറ്റ്സ് ഇത് ഒരുപാട് പ്രഷേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവും, പക്ഷെ പെർഫോമൻസ് ഉണ്ടാവില്ല. ഔട്ട്പുട്ട് വെച്ചാൽ പ്രോഡക്റ്റ് ഉണ്ടാവും, പക്ഷെ അതിന് അത്രയും നല്ല രീതിയിൽ ഒരു കംപ്ലീഷനോ ഒരു മാസ്റ്റർ പീസ് ആവില്ല. മാസ്റ്റർ പീസ് ആവണമെങ്കിൽ അതിന് ടൈമും സ്പേസും എനർജിയും ബിലീഫും വേണം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളതിൽ വിശ്വസിക്കണം. ആൾക്കാരൊക്കെ പറയും, അത് കേൾക്കരുത്. വേറെ ആൾക്കാർക്ക് നമ്മളെ അറിയില്ല. അവർ പറയും ചിലപ്പോൾ നിങ്ങൾ വളരെ നല്ല ആളാന്ന് പറയും, ചിലപ്പോൾ വളരെ മോശമാണെന്ന് പറയും. ഇത് രണ്ടും അവരുടെ ഒപ്പീനിയനാണ്, അഭിപ്രായമാണ്. അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഇല്ല. നമുക്ക് നമ്മളെ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്നെങ്കിൽ ഇതൊരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റാണ്. അതായത് ഞാൻ എന്നോട് തന്നെ സംവദിക്കുന്ന ഒരു ഇതാണ്. അതിന് നമ്മൾ പറയാം, യു ആർ റൈറ്റ്, യു ലേൺഡ്, ദിസ് ഇസ് ഗുഡ്, നെക്സ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് അത്രയും ഇത് വരില്ലല്ലോ. നമ്മുടെ ഈ സൊസൈറ്റിയുടെ കോൺഫിഡൻസ് കുറയുകയും ഇപ്പോൾ പറഞ്ഞ പോലെ സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ വിജയിക്കാനോ ഉള്ള ഭയമാണോ ഇതിന് കൂടുതൽ ഈ ഇതുപോലെയുള്ള മോട്ടിവേഷൻ സ്പീച്ചിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നതിന് സംശയം വരാറുണ്ട്. ഇൻസെക്യൂരിറ്റി കൂടുണ്ട്, അതാണ് അതിൻ്റെ ഭാഗം അത്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്യുന്ന അങ്ങനെയാണ്. ഇപ്പം നമ്മൾ സ്കൂളുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ കോമ്പറ്റീറ്റീവ് ആക്കുകയാണ്. കോമ്പറ്റീറ്റീവ് ആക്കുമ്പോൾ ഇപ്പം നമ്മുടെ പ്രസക്തി എന്താ ലോകത്ത്? നമ്മുടെ യൂണീക്ക്നെസ്സാണ്. നമ്മളെ പോലെ നമ്മളേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഇംപ്രഷൻ വേറെ ആർക്കും ഇല്ലാത്തത്. ക്രിയേഷൻ യുണീക്കാണ്. എല്ലാ ക്രിയേഷൻ എടുത്തോളം അത് യുണീക്കാണ്. ഒരു മരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇലയ്ക്കും യുണീക്ക്നെസ് ഉണ്ട്. അപ്പോൾ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും യുണീക്കാണ്, വെറൈറ്റിയും യുണീക്കുമാണ്. പക്ഷേ ജനറലൈസ് ചെയ്യാണ് നമ്മുടെ വിദ്യാഭ്യാസം, സൊസൈറ്റി. എല്ലാവരും ഒരേപോലെ ഇരിക്കണം. അതിൻ്റെ എക്സ്ട്രീമാണ് ഹിറ്റ്ലർ പറഞ്ഞത്, ഐ മേക്ക് മെൻ ഇൻ മൈ ഓൺ ഇമേജ് ഓർ ഐ ഡിസ്ട്രോയ് ദം. അതായത് ഒന്നെങ്കിൽ എൻ്റെ പോലെ ആക്കും, അല്ലെങ്കിൽ ഞാൻ തകർത്ത് കളയും. അതിൻ്റെ ആ എക്സ്ട്രീം ലെവലിൽ ബാക്കിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്കറിയാം. നമ്മുടെ സൊസൈറ്റി വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ കാണാൻ ശ്രമിക്കണം, ഒരേപോലെ ബിഹേവ് ചെയ്യണം, ഒരേപോലെ പെർഫോം ചെയ്യണം, സാലറി മേടിക്കണം, സ്ലേവ് മെൻറ്റാലിറ്റിയിൽ ജീവിക്കണം. അത് പക്ഷേ നമ്മൾ പലർക്കും പറ്റില്ല. അത് അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് പലപ്പോഴും പല ഇൻപുട്സിൻ്റെ ആവശ്യം വരുന്നത്. പിന്നെ ഒരാളും മോശമല്ല, പക്ഷെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്തോളത്തോളം അവർ ഒരിക്കലും സഫിഷ്യൻറ്റും അല്ല. ഇൻസഫിഷ്യൻസി ഫീൽ ചെയ്യും, എനിക്കെന്തോ കുറവുണ്ട് തോന്നും. അങ്ങനെ കുറവില്ല. അതെന്താ അറിയോ, നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മളായിട്ട് നമ്മളെങ്ങനെയാണോ വന്നിട്ടുള്ളത് അത് കറക്റ്റാണ്. ആ ലെവലിൽ ആക്സെപ്റ്റ് ചെയ്യണം. അതിൽ കുറേ അപാകതകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഈ ബെഞ്ച് മാർക്കൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് ആർക്ക് പ്രശ്നം? ദിസ് ഈസ് മൈ ലൈഫ്, അല്ലേ? വേറെ ആൾക്കാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഊണ് കഴിക്കണം, എനിക്ക് ഉറങ്ങണം, എനിക്ക് പിന്നെ വെള്ളം കുടിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. സോ ദാറ്റ് ലെവൽ ഓഫ് ആക്സെപ്റ്റൻസ് നമുക്ക് വന്നു വിചാരിക്കുക. ദാറ്റ് ഈസ് സെൽഫ് മോട്ടിവേറ്റിംഗ്. കാരണം നമുക്ക് ലോകത്തിന് കൊടുക്കാവുന്ന നമ്മുടെ വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ആളായിട്ട് പ്രവർത്തിക്കുക വിചാരിക്കുക, ലോകം ആക്സെപ്റ്റ് ചെയ്യില്ല നമ്മളെ. എല്ലാ ലെജൻസും എടുത്തു നോക്കും, അവർ യുണീക്കായിരുന്നു. ഇപ്പോൾ ശ്രീനിയേട്ടൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ലോകം റെസ്പെക്റ്റ് ചെയ്യുന്നു? അദ്ദേഹത്തിന് യുണീക്ക്നെസ് റെസ്പെക്റ്റ് ചെയ്യുന്നു. അതേപോലെ വേറെ ഇല്ല. ഇനിയിപ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് കൂട്ടുക, എന്നാലും അത് ആ പെർഫെക്ഷനിൽ വരില്ല. അത് അയാൾ അപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തി മണ്ടത്തര കാണിക്കുന്നത്. അയാളാവുന്നതിന് പകരം ഒരു ചോസൻ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നമുക്ക് എപ്പോഴും പൂർണ്ണത വരില്ല. ഇൻസ്പിറേഷൻ എടുക്കാം. ഇൻസ്പിറേഷൻ ആരെടുത്തുനിന്ന് എടുക്കാം. അത് നമുക്ക് നമ്മുടെ റോൾ മോഡൽസ് ഉണ്ടാവാം, ഇതൊക്കെ എടുക്കാം. പക്ഷെ അതാവാൻ പറ്റില്ല നമുക്ക്. അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ആക്കണം. പക്ഷെ ഇന്നത്തെ ലോകത്ത് ഇൻസെക്യൂരിറ്റി ഈസ് സോ ഹൈ. അതിൻ്റെ കൂടെ വരുന്നതാണ് കോംപ്ലക്സ്. അത് മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഈവൻ ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ട്. അതിന് നമ്മൾ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കണില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒരാളെ ബോഡി ഷെയ്ം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ അജ്ഞത കൊണ്ടത്. നമുക്ക് ഒരിക്കലും ഒരാൾ ഇതേപോലെ ആവണമെന്ന് ഏത് ക്രൈറ്റീരിയനിൽ പറയാൻ പറ്റും? എന്ത് ക്രൈറ്റീരിയയാണ് ഒരു വ്യക്തിയുടെ ഇങ്ങനെ ആവണം എന്നുള്ളത്, അല്ലേ? അതിപ്പോൾ ഓരോ നാട്ടിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ പോലെ തന്നെയല്ല നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ. അത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് കറക്റ്റ് സ്ട്രക്ചർ, അവിടെ പാടില്ല എന്ന്. അപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ഇതൊക്കെ ഈ അജ്ഞതയുടെ അല്ലെങ്കിൽ ഏതോ ഒരു മിഥ്യാപൂർണ്ണതയുടെ മുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് കോംപ്ലക്സിൻ്റെ റൂട്ടും, അത് തന്നെയാണ് ഈ ഇൻസെക്യൂരിറ്റിയുടെ റൂട്ടും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ പല തലങ്ങളുണ്ട്. അതേപോലെ നമ്മുടെ ഹാബിറ്റ്സ്, അത് വെച്ച് ആൾക്കാർ അസസ് ചെയ്ത് കളയും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാളെ അസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല.
കാരണം നമുക്ക് നമ്മളെ തന്നെ അറിയില്ല. എന്നിട്ടാണ് ഞാൻ വേറൊരാളെ കുറിച്ച് പറയണത്. അപ്പോൾ ഇത് ഈ വക കാര്യങ്ങൾ സൊസൈറ്റിയിൽ നടക്കണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് സെയിൽസ് നടക്കുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയില്ലേ, എംപ്ലോയി സിസ്റ്റം. അതെന്താ, അതൊരു ഗ്ലോറിഫൈഡ് സ്ലേവറിയാണ്. സ്ലേവറിയുടെ അടുത്ത ഇതാണ്, ഈ അടിമത്തത്തിൻ്റെ അടുത്ത ലെവലിലാണ്. കാരണം അടിമത്തത്തിന് നമ്മൾ അവരെ ബൈൻഡ് ചെയ്യുന്ന സാലറി വെച്ചാൽ. സാലറി തെറ്റാന്നല്ല, എല്ലാവർക്കും ബിസിനസ്സുകാരാവാൻ പറ്റില്ല, എല്ലാവർക്കും ഓണ്ടർപ്രണേഴ്സും ആവാനും പറ്റില്ല. പക്ഷേ എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, യുണീക്ക്നെസ് ഉണ്ട്. ആ യുണീക്ക്നെസ് കളഞ്ഞാലേ ഒരു എംപ്ലോയി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പറയില്ലേ, അനദർ ബ്രിക്ക് ഓൺ ദ വാൾ. ചുമരിൽ ഒരു ഇഷ്ടികയും കൂടി ആയിക്കഴിഞ്ഞാൽ നീ കറക്റ്റാണ് സൊസൈറ്റിക്ക്. ഒരു ഇഷ്ടിക അല്ലാണ്ടായി കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ കോർണറിൽ കൊണ്ടിടും എന്നുള്ളത്. മോഹൻജി പറഞ്ഞു മൈ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. പക്ഷേ ചില ആൾക്കാർ പറയുമ്പോൾ അത് നമുക്ക് പേടി, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്താണെന്ന് തോന്നുന്നു നടന്നത്, ഒരു തിയേറ്ററിൻ്റെ കുറേ ദൃശ്യങ്ങൾ ലീക്കായിരുന്നു. തിയേറ്ററിനകത്തുള്ള ദൃശ്യങ്ങൾ. അപ്പോൾ ഒരു ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. അപ്പോൾ അവരതിനകത്ത് നിന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ അത് പുറം ലോകം അറിയേണ്ടായി. അപ്പം ഈ സെക്ഷൽ എനർജി എന്നൊരു സംഭവത്തിന് ഒരു വിലയില്ലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് വില ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളമാണ് ആൾക്കാർ ഇത് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് നമ്മളത് കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നൊരു സംഭവമായിട്ടാണോ? ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ കുറച്ച് മുന്നത്തെ ജനറേഷന് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഈ സെക്ഷൽ എനർജി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് പോലും ചെയ്യേണ്ടാത്തൊരു കാര്യമാണ്. എന്താ കാരണം വെച്ചാൽ ഇത് ഇല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഇല്ല, അടുത്ത ജനറേഷൻ ഇല്ല. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമാണ്. ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് ഒരു സ്പീഷീസിന് അടുത്ത ജനറേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. അതെല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് തന്നെ ഈ അടുത്ത ജനറേഷൻ വരണം എന്നുള്ളതാണ്. അതെന്ത് ചെയ്തു വെച്ചാൽ അതൊരു മോശം കാര്യമാക്കി മാറ്റി. അപ്പോൾ പിന്നെ അടുത്ത ലെവലിൽ സപ്രഷൻ വരും, ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. അതായത് എനിക്കിങ്ങനെ ഫീലിംഗ് ഉണ്ട്, അത് തെറ്റാണ്, ഒരു സിന്നും ഇല്ല അതിൽ. ഇത് ഒരു നേച്ചറിൻ്റെ ഒരു എക്സ്പ്രഷനാണത്. കാരണം ഇപ്പോൾ സെക്ഷുവൽ ഒരു ഫീലിംഗ് ഇല്ലാണ്ട് രണ്ട് പേര് മെയ്റ്റ് ചെയ്യില്ല. രണ്ട് ആനിമൽസ് ആണെങ്കിലും പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒന്നും അടുത്ത ജനറേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു സീസണിൽ അവർക്ക് വരുന്നുണ്ട്. നമുക്ക് എന്താ നമ്മളിപ്പോൾ ഈ മനുഷ്യർ ഇത്രയും സിവിലൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് $3 ട്രില്യൺ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി, $1 ട്രില്യൺ. അതാരാ കാണുന്നത്? അതവിടെ ഉള്ളപ്പോൾ ആൾക്കാർ കാണുമല്ലോ. അത് ആൾക്കാർക്ക് അതിന് റെസെപ്റ്റിവിറ്റി ഉള്ളതുകൊണ്ടും നീഡ് ഉള്ളതുകൊണ്ടും അല്ലേ അത് പ്രൊഡ്യൂസ് ചെയ്യണം. അത്ര ആൾക്കാർക്ക് അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഇതൊരു മൈൻഡ് ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഒരു ഫിസിക്കൽ നീഡ് മെൻ്റൽ നീഡാക്കി മാറ്റി. അപ്പോൾ എന്ത് വന്നു? ഇതിൻ്റെ സ്ട്രക്ചർ മാറി. പിന്നെ ഒളിച്ചും മറച്ചും അങ്ങനെ വേണം ഒന്ന്. രണ്ടാമത് എന്താ വെച്ചാൽ ഇതിലൊരു സിൻ ആസ്പെക്റ്റ്, ഇത് തെറ്റാണ്, ഇത് പാപമുണ്ട് എന്നുള്ള ആസ്പെക്റ്റ്. മൂന്നാമത്തത് ഇത് വെച്ചിട്ട് ബിസിനസ്. പക്ഷെ ഒരു തിയറി വായിച്ചിട്ടുള്ളതാണ്, പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരാളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ആളിലെ കർമ്മം നമ്മളിലേക്ക് വരും എന്നും നമ്മളുടെ കർമ്മം അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് ഇതൊക്കെ? അല്ല, എല്ലാ ഇൻട്രാക്ഷനിലും എനർജി എക്സ്ചേഞ്ച് ഉണ്ട്. അതിപ്പോൾ നമ്മൾ വെറുതെ സംസാരിക്കുകയാണെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച്. ഇപ്പം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഒന്നും തോന്നില്ല ഒരാളെ കാണുമ്പോൾ. നമ്മൾ എത്രയോ പേരെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഫർദർ കണക്ഷന് തോന്നണമെങ്കിൽ ഒരു ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് ഫ്രീക്വൻസി നമ്മുടെ ഈ ഡ്രസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ബോഡി എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ പ്രസൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ സബ്ജക്റ്റാണ്. അതിൻ്റെ ലെവലിൽ നമ്മുടെ ഇൻറ്റിമസി ഇൻട്രാക്ഷൻ വരുന്നത് കൂടുതൽ ആ കണക്ഷൻ താതാത്മ്യം വരുമ്പോഴാണ്. അങ്ങനെ എല്ലാം ഇൻട്രാക്ഷൻ വരണമെന്നില്ല. പിന്നെ ആ എനർജി എക്സ്ചേഞ്ച് എന്നുള്ളൊരു സത്യമാണ്. അത് നമുക്കറിയാലോ. ചില ആൾക്കാരെ കണ്ടുമുട്ടിയാൽ നമ്മൾ വളരെയധികം എനർജൈസ്ഡ് ആവും. ചില ആൾക്കാരെ കണ്ടുമുട്ടിയാൽ നമ്മുടെ ഉള്ള എനർജി പോവും. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? അങ്ങനെയുണ്ടല്ലോ, ഈ എനർജി വാമ്പയേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ലോകത്തുള്ളതാണ്. നമ്മൾ സൂക്ഷ്മതലം നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മളിതൊന്നും ചിന്തിക്കാത്തത്. സൂക്ഷ്മതലമുണ്ട്. പക്ഷേ സെക്ഷുവാലിറ്റി പർട്ടിക്കുലർലി അത് ഒരു മൈൻഡ് ലെവലിൽ ഇരിക്കേണ്ട സംഭവമല്ല. മൈൻഡ് ലെവലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് 3 ട്രില്യൺ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി ഉള്ളത്. അതല്ലെങ്കിൽ
ഇത് എന്തിനാണ് ആൾക്കാർ ഇത് കാണുന്നത്? പിന്നെ ഇന്നത്തെ സമയം ഇൻ്റർനെറ്റ് ഏജാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരൻസിന് വരെ മുമ്പ് എങ്ങനെയായിരുന്നു, കുറേ റോള് കുട്ടികളുടെ മുകളിൽ പാരൻസിനായിരുന്നു. പാരൻസിനെ നോക്കിക്കണ്ടാൽ പഠിക്കുക. പിന്നെ ഉള്ളത് ടീച്ചേഴ്സിനായിരുന്നു. ടീച്ചേഴ്സിനെ നോക്കിക്കണ്ട് പഠിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ പഠിക്കും. ഇന്നതല്ല, ഇന്ന് സോഷ്യൽ മീഡിയ ടീച്ചർ. അതുകൊണ്ടാണ് ആക്ച്വൽ ടീച്ചേഴ്സിന് വാല്യൂ പോയത്. അവരൊക്കെ അടിക്കണു, കുത്തുന്നു, എന്തൊക്കെയൊക്കെ ചെയ്യണു. അപ്പോൾ ആ റെസ്പെക്റ്റ് ഫാക്ടർ മാറി. കാരണം സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ കണ്ടിന്യൂസ്ലി. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ഓഫ് ടൈംസ് ആണ്. ഈ സമയത്ത് ഇന്ന മാതിരിയാണ് സംഭവിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഏത് സൈറ്റാണ് കുട്ടികൾ നോക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇവർക്ക് നമ്മളേലും വിവരമുണ്ട്. കാരണം ഇപ്പോൾ ഇവർ ഇൻ്റർനെറ്റ് ഏജിൽ ജനിച്ചവരാണ്. അപ്പം നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുണ്ട്. ഒരു ഇൻ്റർനെറ്റും അല്ല ടി വി ഇല്ലാത്ത സമയത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷൻ അറിയുന്നുണ്ട്, അതിൽ നിന്ന് പുറത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർനെറ്റ് ഏജ് എങ്കിൽ ഇൻ്റർനെറ്റ് ഏജ്, ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതിൽ നമ്മൾക്ക് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ആവാം എന്നല്ലേ പറ്റുള്ളൂ. ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കോ, ഞാനിപ്പോൾ പറയാം താങ്കൾ ഇന്ന കാര്യം ചിന്തിക്കരുത് എന്ന് പറയാം, അത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ഡിനയൽ അങ്ങനത്തെ ഒന്നും നടക്കില്ല. അപ്പോൾ അവയർനെസ് കൊണ്ടുവരാം, അങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ടുവരാം. പിന്നെ റെഗുലേറ്റ് ചെയ്യാം. പിന്നെ ഡിനൈ ചെയ്യാൻ പറ്റില്ല, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സർ? അത് മെത്തേഡ്സ്, അതായത് ഓരോ മെത്തേഡ്സ്. ഞാൻ ഈ പാരനൽ കൺട്രോൾ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പലയിടത്തും പാരനൽ കൺട്രോൾ വെച്ചിട്ട് അവർ വേറെ ആൾക്കാരെ മേടിച്ച് കാണുന്നുണ്ട്. ഇങ്ങനെ പല ലെവലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ നയിക്കേണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തിൽ കൂടിയാണ്. ഞാൻ എപ്പോഴും ആൾക്കാരോട്, പാരൻസിനോട് പറയാറുള്ളത്, ഒന്ന്, ഈ കുട്ടികൾ നിങ്ങളുടെ അടുത്തുള്ള സമയത്ത്, അതായത് ഒരു 3 വയസ്സ് 4 വയസ്സ് വരെയൊക്കെ കുട്ടികൾ കേൾക്കുമല്ലോ പറയണത്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തണം. അത് കഥകളെന്ന് വെച്ചാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയണം. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇതുപോലെ എനിക്ക് ആവാൻ പറ്റുന്നു. ഇപ്പോൾ ശിവാജി മഹാരാജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ശിവാജി മഹാരാജിൻ്റെ ഏറ്റവും വലിയ ഗുരു അമ്മയായിരുന്നു. അതെന്താ കാരണം? അമ്മയാണ് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ ശിവാജി മഹാരാജ് അമ്മേനെയാണ് ഗുരുവായി കണ്ടത്. അത് നല്ലൊരു കണക്ഷനാണ്. കാരണം ഞാൻ വിചാരിക്കുന്നത് എല്ലാം ഗുരു അല്ലേ. ഇപ്പോൾ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഇന്ന മാതിരി വേണമെന്നൊന്നുമില്ല. എന്തൊക്കെ അറിവ് തരുന്നു, എന്തൊക്കെ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്നു, അത് ഗുരുവാണ്. അത് കഴിഞ്ഞ് ശിവാജി മഹാരാജിൻ്റെ അമ്മ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എന്തിനാ ഭയങ്കര സ്ട്രെസ്സ്, നിൻ്റെ മുഖത്ത് വല്ലാണ്ട് സ്ട്രെസ് ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാനൊരു കിങ്ഡം ഭരിക്കില്ലേ, ഞാനൊരു രാജാവല്ലേ, അപ്പോൾ സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നിനക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സുള്ള സാധനം അദ്ദേഹത്തിന് കൊടുത്തിട്ടും വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമർത്ഥ രാമദാസിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്താ വന്നേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ഒന്നെങ്കിൽ സമർപ്പിക്കാൻ വന്നാണ്. അപ്പോൾ സമർപ്പിച്ചോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ രാജ്യം തരുന്നു പറഞ്ഞു. അപ്പോൾ സമർത്ഥ രാമദാസ് സ്വാമിയാണ്, അദ്ദേഹത്തിന് എന്തിനാ രാജ്യം? അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വീകരിക്കണു, നീ ഭരിച്ചോന്ന് പറഞ്ഞു. അതിനുശേഷം ശിവാജി ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ ശിവാജി അവിടെ സറണ്ടർ ചെയ്തത്? ഓണർഷിപ്പ്. ഒറ്റ സാധനം, രാജ്യം മുമ്പേ ഉണ്ട് പിന്നെയും ഉണ്ട്. ആകെ സറണ്ടർ ചെയ്തത് ഇതിൻ്റെ ഓണർഷിപ്പാണ്. ഓണർഷിപ്പാണ് പോയി കഴിഞ്ഞപ്പോൾ സ്ട്രെസ്സാണ് പോയി. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും, ഓ ഇതിലെനിക്ക് ഓണർഷിപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ്സ്. അപ്പം നമുക്ക് ഇവരെ ഈ നല്ല ആക്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സെക്കൻഡ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ നല്ല തോട്ട്സിലേക്ക്, സെക്കൻഡ് ലെവൽ നല്ല ആക്ഷൻ. നമ്മളൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഒരുപാട് സ്പോർട്സിൽ ക്രിക്കറ്റ് കളിക്കും, ഷട്ടിൽ, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ, അങ്ങനെ ആക്ഷൻസിൽ ഒരുപാട് ഇൻവോൾവ് ആണ്. സൈക്ലിങ്ങും മൗണ്ടനിയറിങ്ങും പലതും. കണ്ണൂർ നമ്മൾ ബോക്സിങ് ക്ലാസ് ഉണ്ടായിരുന്നു, ഫ്രീ, ഗവൺമെൻറ്റിൻ്റെ. അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യും. കാരണം ബ്രെഡും ഇതൊക്കെ ഫ്രീ തരും. അങ്ങനെ അവിടെ പോയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. സ്ട്രെസ് കുറയാൻ. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഈ ഫിസിക്കൽ ചാനലൈസേഷന് പറ്റിയ സമയമാണ് യൂത്ത്. കുറേ കഴിയുമ്പോൾ ഫിസിക്കൽ ചാനലൈസേഷൻ ബുദ്ധിമുട്ടാണ്. അവരൊരു 15-20 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് പിന്നെ അവരെന്തെങ്കിലും ചെയ്യട്ടെ, പിന്നെ ദിസ് ഈസ് അപ് ടു ദം, പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുവരെയും ഒരുപാട് ചാനലൈസ് ചെയ്യാൻ മെൻ്റൽ ലെവലിലും ഫിസിക്കൽ ലെവലിലും കുട്ടികളെ ചാനലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം വരും. അറ്റ്ലീസ്റ്റ് ഒരു 40% 50% എങ്കിലും വ്യത്യാസം വരുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ്. So this video is powered by Wizard Group of Institutions, Ernakulam.